മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. The book of Jeremiah, chapter 33, verse 3. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിശക്തിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ശരീരം തളർന്നിട്ടും മനസ്സ് തളരാതെ സൂക്ഷിച്ച സരസുവിനെ ആർക്കും മറക്കാനാവില്ല. കുമ്പളാമ്പൊയ്ക പള്ളിക്കൽ തോമസിന്റെ അന്നമ്മയുടെ ഇളയ മകളായിരുന്നു അവൾ. 1955 ജനുവരി 10-നായിരുന്നു സരസുവിന്റെ ജനനം. 5 വയസ്സു മുതൽ പോളിയോ ബാധിച്ച് കിടക്കയിൽ കിടന്നുകൊണ്ട് സരസു എഴുതിയ ആത്മകഥയാണ് ഇതാണെന്റെ കഥയും ഗീതവും. അവൾ എഴുതുന്നു: കുഞ്ഞുനാളിൽ വീടിന്റെ മുൻവാതിക്കൽ ചാരുകസേരയിൽ ഇരിക്കാനാവാത്ത എന്റെ കൊച്ചു ശരീരം തലയിണയിൽ ചാരിയിരുത്തി മുന്നോട്ട് മറിഞ്ഞു വീഴാതെ എഴുത്തുപലക പോലൊന്നു വെച്ചിട്ട് അമ്മ പറയും, ദാ മോൾ റോഡിലൂടെ പോകുന്ന വണ്ടികളെയും പള്ളിക്കൂടത്തിലോട്ട് പോകുന്ന കുട്ടികളെയും നോക്കിയിരുന്നോ, അടുക്കളയിൽ കുറെ ജോലിയുണ്ട്. അങ്ങനെയാണ് ലോകം കണ്ടതും മനസ്സിലാക്കിയതും. സരസു ഓർമ്മക്കുറിപ്പുകളിൽ എഴുതുന്നു. പോളിയോ ബാധിച്ച് അവളുടെ കാലുകൾ തളർന്നത് ഒരു ക്രിസ്മസ് കാലത്തായിരുന്നു. സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. കുറെ നാളത്തെ കഠിന പരിശ്രമത്തിന് ശേഷം സംസാരശേഷി തിരികെ ലഭിച്ചു. കുറെ കഷ്ടപ്പെട്ടപ്പോൾ കൈവിരലുകൾ കഷ്ടിച്ച് ചലിപ്പിക്കുവാനും കഴിഞ്ഞു. ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു പിന്നീടുള്ള പരീക്ഷണം. എന്നാൽ ഒന്നും വിജയമായില്ല. ഡൽഹിയിൽ ചെന്ന് ചികിത്സിച്ചാൽ പഴയതുപോലായി മാറും എന്നാരോ പറഞ്ഞു. ബന്ധുക്കൾ അവിടേക്കും കൊണ്ടുപോയി. എല്ലാ ചികിത്സകളും മുറപോലെ നടത്തി. എന്നാൽ അതെല്ലാം പരാജയമായി. കൈപിടിച്ച് അക്ഷരം ചൊല്ലി തന്ന സഹോദരങ്ങളിൽ പലരും നാടുവിട്ടതോടെ കടുത്ത ഏകാന്തതയിലുമായി. ഇങ്ങനെയാണ് തന്റെ അവസ്ഥയിലുള്ളവർ മാത്രം ഒന്നിച്ചു കഴിയുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങുന്നത്. 1978 തിരുവനന്തപുരത്ത് ചെഷെയർ ഹോം ആരംഭിച്ചതു മുതൽ 1997 വരെയും പിന്നീട് 2001 മെയ് മുതലും സരസു ഇവിടെ തന്നെയായിരുന്നു. 1997 വീട്ടിലായിരുന്ന കാലത്താണ് സരസു ഗ്രന്ഥരചനയ്ക്ക് തുടക്കമിടുന്നത്. തിരുവല്ലയിലെ ക്രൈസ്തവ സാഹിത്യ സമിതി പുറത്തിറക്കിയ കഥയും ഗീതവും കണ്ടപ്പോഴാണ് തങ്ങളുടെ സരസു ഇങ്ങനെയൊരു പുസ്തകം എഴുതിയ കാര്യം സഹോദരങ്ങൾ പോലും അറിയുന്നത്. ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിച്ച് 2 മാസത്തിനുള്ളിൽ തന്നെ മുഴുവൻ കോപ്പികളും വിറ്റഴിഞ്ഞ ഈ പുസ്തകം അതുല്യമായ ഒരു കൃതിയായാണ് പലരും വിശേഷിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു വരി പോലും മറ്റെവിടെയും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത സരസു കൗമാര ജീവിതങ്ങൾക്ക് ഇതുവഴി പ്രത്യാശ ദൂത് പകരുന്നു. പുസ്തകം വായിച്ച് ധാരാളം പേർ എഴുതാറുണ്ട്. ഒരാള് എഴുതിയത് ഇങ്ങനെയാണ്: ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ദിവസമാണ് സരസുവിന്റെ പുസ്തകം കിട്ടുന്നത്. അത് വായിച്ചപ്പോൾ എന്നിലെ നിരാശ വിട്ടകന്നു. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം നിങ്ങളാണ്. ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ഞാൻ ദൈവസ്നേഹം തിരിച്ചറിയുന്നു. ഈ അവസ്ഥയിൽ കിടക്കുന്ന എന്നെ ദൈവം ഉപയോഗിക്കുന്നല്ലോ എന്ന് സന്തോഷമുണ്ട്. അവൾ പറയുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്നല്ലേ ഈശോ ചോദിച്ചത്? അംഗവൈകല്യമുള്ളവരുടെ ആത്മാവും ബലവാന്മാരുടെ ആത്മാവും ദൈവതിരുമനസ്സിനു മുൻപിൽ തുല്യമാണല്ലോ. ലോകത്തിനു മുൻപിൽ വിലയില്ലെങ്കിലും ദുർബലരായ വ്യക്തികളുടെ ആത്മാവിന് ദൈവത്തിനു മുൻപിൽ വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നു. സരസു ചിരിക്കുന്നു. പുസ്തകത്തിന്റെ അവസാനം സരസു ഒരു കവിതയും കൂടി എഴുതിയിട്ടുണ്ട്. ജനന മരണങ്ങൾക്കിടയിലെ പാതയിലൂടെ കുറെ ദൂരം പിന്നിട്ടു. ഇവിടെ എന്റെ മുന്നിൽ കനത്ത കാർമേഘ പാളികൾ വഴിമാറുന്നു. തിരികെ വരാത്ത അകലങ്ങളിലേക്ക് സൗഹൃദങ്ങൾ വഴിപിരിഞ്ഞു. എന്തെങ്കിലും ആകാൻ, ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ സ്നേഹ സാമീപ്യങ്ങൾ സ്വാതന്ത്ര്യമാണെന്ന് ജീവിതം പുഷ്ടമാക്കി ഇതുവരെ. ചക്രവാള സീമ ഇനിയും അകലെയാണ്. വെളിച്ചമകന്ന പാതയിലൂടെ ഇനി എത്ര ദൂരം. വിക്കനായ മോശയെ ജനതയുടെ വിമോചനത്തിന് നിയോഗിച്ച സർവേശ്വര,
അങ്ങേക്ക് എന്നെയും കാരുണ്യത്തിന്റെ തൂവലായി, മോചനത്തിന്റെ വടിയായി, ഇരുട്ടിൽ വെള്ളിരേഖയായി ഉപയോഗിക്കാനാവും. സർവേശ്വര, മോശയുടെ കയ്യിലെ വടി പോലെ എന്നെ കയ്യിലെടുക്കണമേ എന്നവൾ പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.